1994 തൊട്ടുള്ള ഈ പഠന കോൺഗ്രസ്സുകളിലെല്ലാം തന്നെ ഭാഗമാക്കായി പങ്കെടുക്കാറുണ്ട്. പ്രബന്ധങ്ങളൊന്നും അവതരിപ്പിക്കാനായിട്ടല്ല വന്നത്. ഈ പ്രോസസ്സ് മനസ്സിലാക്കുക, അതിലൂടെ കേരളത്തിൻ്റെ വികസന നയങ്ങൾ എങ്ങനെയാണ് രൂപീകരിക്കപ്പെടുന്നത് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നതാണ് എൻ്റെ ഇത്. ആദ്യം അതൊരു 5 മേഖലയായിട്ടാണ് 94 തുടങ്ങിയെന്നാണ് വന്നത്. അതിൽ വരുന്ന 4 മേഖല, അതിൽ ഉയർന്നു വന്ന ഒരു സജഷനായിരുന്നു യഥാർത്ഥത്തിൽ നമ്മുടെ ജനകീയാസൂത്രണം ആ കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ ഇത് പുരോഗമിച്ച് ഈ ഇതിലേക്ക് വരുമ്പോൾ 20 എണ്ണമായിട്ടാണ് ഈ പഠന കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട വിഷയമേഖലകളിലാണ് ചർച്ച ചെയ്യുന്നത്. അതിൽ ഒരെണ്ണമാണ് ഈ പശ്ചിമഘട്ടം പ്ലാന്റേഷൻ മേഖലകളെ കുറിച്ചിട്ടുള്ള ഇത് പ്ലാന്റേഷൻ വയനാട് ഉൾപ്പെടെ ഇടുക്കി പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള പ്ലാന്റേഷൻ മേഖലകൾ, പശ്ചിമ മേഖല പ്രദേശങ്ങളിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക. ഈ പ്രശ്നങ്ങൾ മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട എല്ലാ വികസന സാധ്യതകളെക്കുറിച്ച്, ജനങ്ങളുടെ ആരോഗ്യമായാലും ജനങ്ങളുടെ താമസ സൗകര്യങ്ങൾ, അതുപോലുള്ള ഇതായാലും പരിസ്ഥിതി ആയാലും ഇതിലേക്ക് കടന്നു വരുന്ന വികസന മുഖങ്ങളും അതിനെ പ്രതിരോധിക്കുന്ന പല പ്രവണതകളും അതുകൂടാതെ ഒരു വ്യൂവിൽ വരുന്ന ഡിഫറെൻറ്റ് ഓപ്പോസിറ്റ് ഐഡിയാസിനെ സമഗ്രമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇത് പഠന കോൺഗ്രസ്സിലേക്കും എത്തുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ വന്നത്. എൻ്റെ വിഷയം യഥാർത്ഥത്തിൽ സോയിൽ സയൻസാണ്. യഥാർത്ഥത്തിൽ ഞാൻ പ്രബന്ധം അവതരിപ്പിക്കുന്നില്ല, കാരണം ഞങ്ങളുടെ ഒരു പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ 2018 പ്രളയത്തിന് ശേഷം ഉള്ള സോയിൽ ഫെർട്ടിലിറ്റിയും മണ്ണിൻ്റെ ബലഭൂയിഷ്ഠതയും അതിന് ശേഷമുള്ള ബലഭൂയിഷ്ഠതയുമുള്ള താരതമ്യ പഠനമാണ്. അതിൻ്റെ ഒരു ഫേസ് കഴിഞ്ഞു. മറ്റ് റിപ്പോർട്ടുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സമർപ്പിക്കാനുണ്ട്. അതുകൊണ്ട് പ്രബന്ധം ആ മേഖലയിൽ അവതരിപ്പിക്കാൻ ഇപ്പോൾ സാധിക്കില്ല. എന്നാലും ഞാൻ നേതൃത്വം കൊടുത്ത ഒരു ഇതിലെ മേജർ ഫൈൻഡിങ് എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ ബലഭൂയിഷ്ഠത പ്രളയം കൊണ്ട് ലേശം ഉണ്ടായി. 1-2 മൂലകങ്ങൾ, എന്താ പറയുക, ബോറോൺ പോലുള്ള മൂലകങ്ങളുടെ ഇതിലാണ് കുറവുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ നമ്മൾ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഫെർട്ടിലിറ്റി കൃഷിക്ക് അനുയോജ്യമായ ഒരു സാഹചര്യം തന്നെയാണ്. പക്ഷെ ഒരു ചെറിയൊരു ആശങ്ക എന്ന് വെച്ചാൽ, വളരെ ഉയർന്ന തോതിലുണ്ടായിരുന്ന ഓർഗാനിക് കാർബൺ, ജൈവ കാർബണിൻ്റെ അളവ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് പ്രളയത്തിന് ശേഷം. എന്നാലും നിൽക്കുന്ന ആ അളവ് തന്നെ അത് ഉയർന്നതായതുകൊണ്ട് തന്നെ കൃഷിയെയും മറ്റ് സംവിധാനങ്ങളെയും തുടർന്ന് വരുന്ന കാലഘട്ടത്തിൽ ബാധിക്കില്ല എന്ന ഒരു അഭിപ്രായമാണ് എനിക്കിതുമായിട്ട് ബന്ധപ്പെട്ട് പങ്കുവയ്ക്കാറുള്ളത്.